സോ പോപ്പുലേഷൻ ജെനറ്റിക്സ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ. ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തത് GH ഹാർഡി ആൻഡ് W വെയിൻബർഗ്. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം എന്താണെന്ന് പറയാമാണ്. സോ GH ഹാർഡി ആൻഡ് W വെയിൻബർഗ് ആണ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ പ്രപ്പോസ് ചെയ്തത്. സോ അതിൽ പറയുന്നത് ഇൻ എ ഗിവൺ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ one can find out frequency of occurrence of alleles of a gene or a locus. ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ജീൻ അല്ലെങ്കിൽ ലോക്കസിൽ എത്രത്തോളം അലീലുകളുടെ ഫ്രീക്വൻസി ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഒരു പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ഓഫ് അലീൽസ്. എത്രമാത്രം ഫ്രീക്വൻസിയിലാണ് ആ പെർട്ടിക്കുലർ ജീനിൻ്റെ അലീലുകൾ ഉണ്ടാകുന്നത് എന്ന്, അല്ലെങ്കിൽ ഒരു ലോക്കസിൽ ഒരു ജീനിൻ്റെ എന്തൊക്കെ ഫ്രീക്വൻസിയിലുള്ള അലീലുകളുണ്ട്, എത്രമാത്രം റിലേറ്റീവ് ഫ്രീക്വൻസിയിലുള്ള അലീലുകളാണ് ആ ജീനിൻ്റെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഒരു ഗിവൺ പോപ്പുലേഷൻ എടുത്താൽ കാണാൻ പറ്റും. സോ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അലീൽ ഫ്രീക്വൻസീസ് ഇൻ എ പോപ്പുലേഷൻ. ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുന്നത് ഇതാണ്: അലീലിക് ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിലുള്ള അലീലിക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റൻറ്റ്. ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ അലീലിക് ഫ്രീക്വൻസി, ജീനിൻ്റെ അലീലിക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റൻ്റ് ആണ്. ആൻഡ് എപ്പോൾ തൊട്ട്? ഫ്രം ജനറേഷൻ ടു ജനറേഷൻ, ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷൻ, അങ്ങനെ കണ്ടിന്യൂ ടു കണ്ടിന്യൂ, ജനറേഷൻ ടു ജനറേഷൻ എന്ത് സെയിം ആണ്? അലീലിക് ഫ്രീക്വൻസി. ഒരു പോപ്പുലേഷനിലെ അലീലിക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണ്, അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആണ്. സോ അലീലിക് ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ എന്ന് പറയുന്നത് സ്റ്റേബിളും കോൺസ്റ്റൻറ്റുമാണ് ഒരു ജനറേഷൻ ടു കണ്ടിന്യൂയിങ് ജനറേഷൻ വരെ. ഇതാണ് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. സോ നമ്മൾക്ക് ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു പോപ്പുലേഷൻ, ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇവല്യൂഷൻ നടക്കാത്ത ഒരു പോപ്പുലേഷൻ, അതായത് നോൺ ഇവോൾവിങ് പോപ്പുലേഷൻ്റെ ജനറ്റിക് സ്ട്രക്ചർ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഒരു ഇവല്യൂഷൻ നടക്കാത്ത പോപ്പുലേഷനിൽ ജനറ്റിക് സ്ട്രക്ചർ എങ്ങനെയാണ്? ഇങ്ങനെയാണ്: അലീലിക് ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ. ഇവിടെ ഇവല്യൂഷൻ നടന്നിട്ടില്ല, ആ പോപ്പുലേഷനിൽ അലീലിക് ഫ്രീക്വൻസി സ്റ്റേബിളും കോൺസ്റ്റൻറ്റും ആയിരിക്കും. ജനറേഷൻ ടു ജനറേഷൻ അലീലിക് ഫ്രീക്വൻസി കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇവിടുത്തെ ഇവോൾവ് ചെയ്യാത്ത, ഇവല്യൂഷൻ നടക്കാത്ത ഒരു പോപ്പുലേഷൻ്റെ ജനറ്റിക് സ്ട്രക്ചറാണ് നമ്മുടെ ഹാർഡി-വെയിൻബർഗ് പ്രപ്പോസ് ചെയ്തത്. പിന്നെ പറഞ്ഞു, ഈ പറഞ്ഞ ജീനുകളുടെ അലീലുകൾ എന്ന് പറയുന്നതാണ് ഒരു പോപ്പുലേഷൻ്റെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. സോ ഒരു പോപ്പുലേഷനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താണ്? ആ ജീനുകളും അതിൻ്റെ അലീലുകളുമാണ്. സോ ആ അലീലിൻ്റെ ഫ്രീക്വൻസി ജനറേഷൻ ടു ജനറേഷൻ സ്റ്റേബിളും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു ജനറ്റിക് സ്ട്രക്ചറാണ് ഉള്ളതെന്നാണ് നമ്മുടെ ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ജീൻ പൂൾ എന്താണ്? ജീൻ പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ജീൻസ് ആൻഡ് ദെയർ അലീൽസ്. ആ ഇതിലുള്ള എല്ലാ ജീനുകളും അതിൻ്റെ അലീലുകളും ഇൻ എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിൽ കാണപ്പെടുന്ന എല്ലാ ജീനുകളും ആ ജീനുകളുടെ എല്ലാ അലീലുകളും അടങ്ങിയതാണ് ജീൻ പൂൾ എന്ന് പറയുന്നത്. ജീൻ പൂൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ജീൻസും അതിൻ്റെ എല്ലാ അലീലുകളും ഒരു പോപ്പുലേഷനിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ജീൻ പൂൾ. സോ ഒരു പോപ്പുലേഷനിൽ നമുക്ക് അതിൻ്റെ ജീനുകളും അതിൻ്റെ എല്ലാ അലീലുകളും കാണാൻ പറ്റും, അതിനെയാണ് നമ്മൾ ജീൻ പൂൾ എന്ന് പറയാം. സോ ഈ ജീൻ പൂളിൽ കാണുന്ന അലീലുകളും ജീനുകളൊക്കെ റിമെയിൻ കോൺസ്റ്റൻറ്റ് ഇൻ എ പോപ്പുലേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ ജീനുകളും അതിൻ്റെ അലീലുകളും ഒരു പോപ്പുലേഷനിൽ കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കും. ഈ ദിസ് കൈൻഡ് ഓഫ് ജനറ്റിക് സ്റ്റെബിലിറ്റി, ഇതുപോലത്തെ ജനറ്റിക് സ്റ്റെബിലിറ്റി അറ്റ് ജനറ്റിക് ലെവലിൽ ഇതുപോലത്തെ ജനറ്റിക് സ്റ്റെബിലിറ്റിനെയാണ് ജനറ്റിക് ഇക്വിലിബ്രിയം അഥവാ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ജനറ്റിക് ഇനേർഷ്യ എന്നൊക്കെ പറയുന്നത്. സോ ജനറ്റിക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ജനറ്റിക് ഇനേർഷ്യ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ ടോട്ടൽ ജീൻസും ആൻഡ് ദെയർ അലീൽസും, ഒരു പോപ്പുലേഷനിൽ കാണപ്പെടുന്ന എല്ലാ ജീൻസും അതിൻ്റെ അലീലുകളും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഒരു പോപ്പുലേഷനിൽ, അതിന് വേരിയേഷൻ സംഭവിക്കുന്നില്ല. അത് ദിസ് കൈൻഡ് ഓഫ് ജനറ്റിക് സ്റ്റെബിലിറ്റിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക് ഇക്വിലിബ്രിയം അഥവാ ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയം.
സോ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ, ജനറ്റിക് വേരിയേഷൻ വരാത്ത ആ ഒരു ജനറ്റിക് സ്ട്രക്ചർ എന്താണ് ഒരു പോപ്പുലേഷൻ്റെ, നോർമലി ഒരു പോപ്പുലേഷൻ്റെ ജനറ്റിക് സ്ട്രക്ചർ എന്താണ് എന്നുള്ളത് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നു. ത്രൂ എന്ത് പറഞ്ഞിട്ട്, ജനറ്റിക് ഇക്വിലിബ്രിയത്തിലൂടെ. സോ ഈ ജനറ്റിക് ഇക്വിലിബ്രിയം എപ്പോഴൊക്കെ തകരാറിലാവുന്നു അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഇവല്യൂഷൻ. സോ ദ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ഓഫ് അലീൽസ് ഓഫ് എ ജീൻ, എത്രമാത്രം ഫ്രീക്വൻസിയിൽ ഈ ജീനുകളുടെ അലീലുകളിൽ മാറ്റം വരുന്നു, അത് നോർമലി പറഞ്ഞത് അതെങ്ങനെയാണ്, ദ ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ഓഫ് അലീൽസ് ഓഫ് എ ജീൻ നോർമലി അല്ലെങ്കിൽ റിമെയിൻ ഫിക്സഡ് ആണ്. ഈ അലീലിക് ഫ്രീക്വൻസികൾ, ജീനുകളുടെ അലീലിക് ഫ്രീക്വൻസികൾ ഫിക്സഡ് ആണ്. അതേപോലെ തന്നെ ജനറേഷൻ ടു ജനറേഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ ഈ ഫ്രീക്വൻസി, അലീലിക് ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുന്നത്, എപ്പോഴെങ്കിലും ഈ അലീലിക് ഫ്രീക്വൻസിയിൽ മാറ്റം വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഇവല്യൂഷൻ സംഭവിക്കുന്നത്. സോ ഒരു നോർമൽ ജനറ്റിക് സ്ട്രക്ചർ ഒരു പോപ്പുലേഷനിൽ എങ്ങനെയാണെന്ന് ഹാർഡി വെയിൻബർഗ് പ്രപ്പോസ് ചെയ്തു. അതാണ് പറയുന്നത് അലീലിക് ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിൽ അലീലിക് ഫ്രീക്വൻസി സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റൻറ്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ, അല്ലെങ്കിൽ പറയാം ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ഓഫ് അലീൽ of a gene remain fixed and same through continuing from generation to generation. ഇനി ഈ പറഞ്ഞ ജനറ്റിക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ജനറ്റിക് ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം, എപ്പോഴൊക്കെ ഈ പറഞ്ഞ ഇക്വിലിബ്രിയത്തിൽ ഒരു ചേഞ്ച് വരുന്നുണ്ടോ, ജീൻ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ അലീലിക് ഫ്രീക്വൻസിയിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നുണ്ടോ അപ്പോഴൊക്കെ അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നു, ഒരു ഇവല്യൂഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. സോ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിൻ്റെ ആൾജിബ്രിക് ഇക്വേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ ദ സം ടോട്ടൽ ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ഓൾ ദ അലീൽസ്, ഒരു പോപ്പുലേഷനിൽ കാണുന്ന എല്ലാ അലീലുകളുടെയും സം ടോട്ടൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് പറയുന്നത്. സോ സം ടോട്ടൽ ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ഓൾ അലീൽസ് ഈക്വൽ ടു 1. ഇനി ഒരു ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി എടുക്കണം. സോ എല്ലാ അലീലുകളുടെയും ഫ്രീക്വൻസി ഒരു പോപ്പുലേഷനിൽ എന്തായിരിക്കും, 1. നമ്മൾ പറഞ്ഞിരുന്നു ഇറ്റ് ഈസ് സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റൻറ്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. സോ ഇക്വേഷനിലൂടെ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാണ്. സോ സം ടോട്ടൽ ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ഓൾ അലീൽസ് ഈസ് ഈക്വൽ ടു 1 എങ്കിൽ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസീസ് ഓഫ് 2 അലീൽസ് ഓഫ് എ ജീൻ, അല്ലെങ്കിൽ ഒരു ജീനിൻ്റെ 2 അലീലുകളുടെ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി. സോ ഒരു ജീനിൻ്റെ 2 അലീലുകളുടെ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി പറയുകയാണെങ്കിൽ പിയും ക്യൂ. സോ ഫ്രീക്വൻസിയാണ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത്. സോ ഒരു ജീനിൻ്റെ 2 അലീലുകളുടെ ഫ്രീക്വൻസിയാണ് പിയും ക്യൂവും. അതേസമയം എല്ലാ ഫ്രീക്വൻസികളും ഇറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നു. സോ ഒരു ഡിപ്ലോയിഡ് ഓർഗാനിസം എടുക്കുമ്പോൾ അതിൽ ഫ്രീക്വൻസി ഓഫ് അലീൽ എ, നമ്മൾ പറഞ്ഞു ആ 2 അലീലുകളുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് പിയും ക്യൂ ആണ്. സോ അലീൽ എൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് പി ആണ്, അലീൽ എൻ്റെ. സോ നമുക്ക് ഒരു പ്രോബബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എൻ അലീൽ എയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വിത്ത് ഫ്രീക്വൻസി ഓഫ് പി ആണ്. അങ്ങനെയാണെങ്കിൽ അത് 2 ക്രോമസോമിൽ കാണും. ഡിപ്ലോയിഡ് ആയതുകൊണ്ട് 2 ക്രോമസോമിൽ കാണും. സോ ഒരു ഡിപ്ലോയിഡ് ഇൻഡിവിജ്വലിൽ അലീൽ എൻ്റെ പ്രോബബിലിറ്റി ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് പി ആണ്. സോ അതിനെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പി. അതുപോലെ തന്നെ സിമിലർലി ഫ്രീക്വൻസി ഓഫ് അലീൽ സ്മോൾ ലെറ്റർ അലീൽ എയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ക്യൂ. അതാണ് നമ്മൾ പറഞ്ഞത് ഫ്രീക്വൻസീസ് ഓഫ് 2 അലീൽസ് ഓഫ് എ ജീൻ പിയും ക്യൂ ആണ്. സോ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ അലീലിൻ്റെ ഫ്രീക്വൻസി പിയും സ്മോൾ ലെറ്റർ എ എന്ന് പറഞ്ഞ അലീലിൻ്റെ ഫ്രീക്വൻസി ക്യൂവുമാണ്. അപ്പോൾ നമ്മൾ ഈ ഡിപ്ലോയിഡിൽ പറയുമ്പോൾ എങ്ങനെയാണ്, ഫ്രീക്വൻസി ഓഫ് എൻ ഇൻഡിവിജ്വൽ എ 2 അലീലുകൾ വരുമ്പോൾ അതെന്താണ് പി സ്ക്വയർ. അതുപോലെ ഫ്രീക്വൻസി ഓഫ് എൻ ഇൻഡിവിജ്വൽ സ്മോൾ ലെറ്റർ എ സോ അതിൻ്റെ നമ്മൾ എന്താ പറയുക ക്യൂ ആണ്, ക്യൂ സ്ക്വയർ. ഇനി ഇതിനെ നമ്മൾ പറഞ്ഞു ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വരും. സോ 2 അലീലുകളിൽ ഹെട്രോസൈഗസ് കണ്ടീഷൻ എ എന്ന് പറയുമ്പോൾ 2pq. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു 2 അലീലുകളും ഫ്രീക്വൻസി ഓഫ് സം ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി ഓഫ് ഓൾ അലീൽസ്, സം ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി ഓഫ് ഓൾ അലീൽ ഈസ് ഈക്വൽ ടു 1 p പ്ലസ് ക്യൂ. ഈ അലീലിൻ്റെയും ഫ്രീക്വൻസികൾ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും എന്താണ്, പി പ്ലസ് ക്യൂ എന്ന് പറഞ്ഞാൽ ആ 2 ഫ്രീക്വൻസികളും 2 അലീലുകളുടെ ഫ്രീക്വൻസി 1 ആണെങ്കിൽ ഇതിൻ്റെ ഹോൾ സ്ക്വയറുകളും 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ബൈനോമിയൽ എക്സ്പാൻഷൻ നടത്തുകയാണെങ്കിൽ
പി പ്ലസ് ക്യൂ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. നമ്മൾ എ പ്ലസ് പി ഹോൾ സ്ക്വയർ ബൈനോമിയൽ എക്സ്പാൻഷൻ നടത്തുന്ന പോലെ തന്നെ പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു. ഈ പി ക്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ പി ക്യൂ എന്ന് പറഞ്ഞാൽ 2 അലീലുകളാണ്. ഈ 2 അലീലുകൾ നമ്മുടെ ജീൻ സെഗ്രിഗേറ്റ് ചെയ്യുമ്പോൾ ഈ 2 അലീലുകൾ എന്ത് ചെയ്യുന്നു? ഗാമറ്റ് ഫോർമേഷൻ സമയത്ത് ഈ 2 അലീലുകൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നു. ഫെർട്ടിലൈസേഷൻ സമയത്ത് ഈ 2 അലീലുകളും റാൻഡംലി അവർ ഫ്യൂസ് ചെയ്യുന്നു. ഓരോ അലീലിൻ്റെയും പ്രോബബിലിറ്റിക്ക് അനുസരിച്ച് ഈക്വൽ ചേഞ്ചസ് വന്നിട്ട് അലീലുകൾ ഫെർട്ടിലൈസേഷൻ സമയത്ത് യുണൈറ്റ് ചെയ്യുന്നു. ഗാമറ്റ് ഫോർമേഷൻ സമയത്ത് ഇവർ സെഗ്രിഗേറ്റ് ചെയ്യുന്നു. അതാണ് എ പി ക്യൂ 2pq. സോ ബൈനോമിയൽ എക്സ്പാൻഷൻ പറയുന്നത് നമ്മുടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പറഞ്ഞ പോലെ പി സ്ക്വയർ പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. സോ സം ടോട്ടൽ ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് ഓൾ ദ അലീൽസ്, എല്ലാ അലീലുകളുടെയും സം ടോട്ടൽ, ഒരു പോപ്പുലേഷനിലെ എല്ലാ അലീലുകളുടെയും ഫ്രീക്വൻസികളാണ് പി സ്ക്വയർ ക്യൂ സ്ക്വയർ. എ എന്ന് പറഞ്ഞ അലീലിൻ്റെ ഫ്രീക്വൻസി, എ എന്ന് പറഞ്ഞ അലീലിൻ്റെ ഫ്രീക്വൻസി, സ്മോൾ ലെറ്റർ എ സ്മോൾ ലെറ്റർ അലീൽ എന്ന് പറഞ്ഞ അലീലിൻ്റെ ഫ്രീക്വൻസി ക്യൂ, നമ്മുടെ ക്യാപിറ്റൽ എ സ്മോൾ എ അതിൻ്റെ ഫ്രീക്വൻസി 2pq. സോ സം ടോട്ടൽ ഓഫ് ഓൾ ദ ഫ്രീക്വൻസീസ് ഓഫ് എൻ അലീൽ ഇൻ എ പോപ്പുലേഷൻ ഈസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്ലനേഷൻ ഹാർഡി വെയിൻബർഗ് പറയുന്നത്. സോ ഈ പറഞ്ഞ ജനറ്റിക് ഇക്വിലിബ്രിയം നമ്മൾ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ അലീലിക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനിൽ ജീനുകളുടെ അലീലിക് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ജനറേഷൻ ടു ജനറേഷൻ സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു. ഇതിനെയാണ് നമ്മൾ ജനറ്റിക് ഇക്വിലിബ്രിയം അഥവാ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം അഥവാ ജനറ്റിക് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ ഇക്വിലിബ്രിയത്തിന് ഇപ്പോൾ പറഞ്ഞ റെക്കോർഡ് ചെയ്ത നമ്മുടെ ഈ ഇക്വിലിബ്രിയത്തിന് എന്തെങ്കിലും ഡിഫറൻസ് വരികയാണെങ്കിൽ അത് ഒരു ഇവല്യൂഷണറി ചേഞ്ചിലേക്ക് ലീഡ് ചെയ്യും. സോ എനി ചേഞ്ച് ഇൻ ദിസ് പ്രീവിയസ് ഫ്രീക്വൻസി, ഈ ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും മുമ്പ് റെക്കോർഡ് ചെയ്ത ഈ ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അതാണ് ഒരു ഇവല്യൂഷണറി ചേഞ്ചിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതായത് എനി ഡീവിയേഷൻ, എന്ത് വ്യതിയാനവും എന്ത് ഡിസ്റ്റർബൻസും ഈ ജനറ്റിക് ഇക്വിലിബ്രിയത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ഇവല്യൂഷന് കാരണമാകും. സോ എനി ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ഈ പറഞ്ഞ പോപ്പുലേഷനിലെ ജനറ്റിക് ഫ്രീക്വൻസി, അതായത് അലീലിക് ഫ്രീക്വൻസിയിൽ, ജീനുകളുടെ അലീലിക് ഫ്രീക്വൻസിയിൽ എന്ത് ഡിസ്റ്റർബൻസ് വന്നാലും എന്ത് ഡീവിയേഷൻ വന്നാലും ജനറ്റിക് ഇക്വിലിബ്രിയം തകരാറിലാവും. സോ ജനറ്റിക് ഇക്വിലിബ്രിയം ഏത് തരത്തിൽ തകരാറിലായാലും, ജനറ്റിക് ഇക്വിലിബ്രിയം ഏത് തരത്തിൽ ഡീവിയേറ്റ് ചെയ്താലും, ഏത് തരത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായാലും ജനറ്റിക് ഇക്വിലിബ്രിയം തകരാറിലായി കഴിഞ്ഞാൽ അത് ഒരു ഇവല്യൂഷനിലേക്ക് ലീഡ് ചെയ്യും. അതാണ് നമ്മുടെ ഹാർഡി വെയിൻ പ്രിൻസിപ്പിളിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ തകരാറിലാക്കുന്ന, ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ജനറ്റിക് ഇക്വിലിബ്രിയത്തിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സ്? ആ ഫാക്ടേഴ്സിലൂടെയാണ് ഇവല്യൂഷൻ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് ആ ഫാക്ടേഴ്സ് എന്ന് നോക്കാം.